നോർത്ത് പറവൂർ കോട്ടുവള്ളി സെന്റ് ലൂയിസ് LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ നടന്നു. കോട്ടപ്പുറം രൂപത വിദ്യാഭ്യാസ കോർപ്പറേറ്റ് ജനറൽ മാനേജർ അഡ്വക്കേറ്റ് ഫാദർ ഷിജു കല്ലറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഒരു ശക്തമായ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമുണ്ട്. നമുക്കറിയാം, നീന ടീച്ചർ പ്രധാന അധ്യാപകരില് ഏറ്റവും ശക്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു പ്രധാന അധ്യാപികയാണ് നീന ടീച്ചർ. ആ നീന ടീച്ചറിന്റെ കീഴില് നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകരും, പ്രത്യേകിച്ച് ശക്തമായ ഒരു PTA നമുക്കുണ്ട്. എന്തിനും ഏതിനും ഓടിയെത്താൻ കഴിയുന്ന ഒരു PTA. ഒപ്പം മാതാപിതാക്കന്മാരെയും കുട്ടികളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനത്തിലൂടെയാണ് ഈ സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി നീന ടീച്ചറിനെയും PTA പ്രസിഡന്റിനെയും ഒക്കെ അഭിനന്ദിക്കുക. PTA പ്രസിഡന്റ് ജോം ജോസഫ് അധ്യക്ഷനായിരുന്നു. എന്നോട് കൂടെ ശക്തരായ മറ്റ് സഹകരണ മെമ്പർമാരും സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ കൂടെ നിന്നു. നമ്മൾ ഈ വർഷം പ്രധാനമായും നമ്മൾ നോക്കിയത് കൃഷിയെ കുറിച്ചായിരുന്നു. കുട്ടികൾക്കും ആ കൃഷിയോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിന് വേണ്ടി അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിന്റെ ചുറ്റുപാടും പലവിധത്തിലുള്ള പച്ചക്കറികൾ നടുകയും അതിൽ നിന്ന് നമുക്ക് വേണ്ട സ്കൂളിന്റെ ആവശ്യത്തിന് വേണ്ട പച്ചക്കറി ലഭിക്കുകയുണ്ടായി. പിന്നെ നമ്മൾ സ്കൂളിൽ നേരിടുന്ന പ്രധാന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ ചുറ്റുപാടും പെട്ടെന്ന് വളരുന്ന ഈ പുല്ലിന്റെ ബുദ്ധിമുട്ടുകളാണ്. അത് നമ്മൾ PTA സഹകരണത്തോടെ തന്നെ അത് കൃത്യമായ സമയങ്ങളിൽ ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഒരുക്കുകയുണ്ടായി. കോട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. തലമുറകൾക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്ഭുതാദരങ്ങളോടെ മാത്രമേ നോക്കിക്കാണാനാവൂ. ഇവിടെ നിന്ന് പഠിച്ചുപോയ എത്രയോ ആളുകൾ ജീവിതത്തിൻ്റെ ഉന്നതമായ നിലകളിൽ എത്തപ്പെട്ടിട്ടുണ്ടാകും. ഇന്ന് പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായൊരു കാലാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. 10 വർഷത്തിന് മുമ്പ് നമുക്കറിയാം, കേരളത്തിൽ പൊതുവിദ്യാലയങ്ങൾ ഓരോന്നായി അടച്ചുപൂട്ടപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഭിന്നമായി പൊതുവിദ്യാലയങ്ങളുടെ മികവിന് വേണ്ടി ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നതായിട്ടുള്ള വിവിധ പദ്ധതികൾ ഇന്ന് ലക്ഷ്യം കാണുകയാണ്. ബ്ലോക്ക് മെമ്പർ ജെൻസി തോമസ്, വാർഡ് മെമ്പർ പ്രഷീല ബെന്നി, PA റൈസി, ജെറമിയ ജോം ജോസഫ്, അനുഗ്രഹ ലിംസൺ എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് KJ നീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മനസ്സിൽ നൈർമല്യവും പേറി ഒത്തൊരുമയോടെ മണ്ണിൽ പൊന്നു വിളയിച്ച് ജീവിക്കുന്ന ശാന്തസുന്ദരമായ കോട്ടുവള്ളി ഗ്രാമത്തിന്റെ തിലകക്കുറിയായി 1918 സ്ഥാപിതമായ വിശുദ്ധ ലൂയിസ് പുണ്യാളന്റെ നാമധേയത്തിലുള്ള വിദ്യാലയമാണ് ഞങ്ങളുടേത്. കോട്ടുവള്ളിയിലെ ഈ ആദ്യ വിദ്യാലയത്തിലാണ് നാനാജാതി മതസ്ഥരായ ഗ്രാമവാസികൾ പഠിച്ചിരുന്നത്. സർക്കാർ തലത്തിലും മറ്റു തലങ്ങളിലും ഉയർന്ന ഉദ്യോഗങ്ങൾ കരസ്ഥമാക്കിയ പല ഗ്രാമവാസികളും ഇവിടെ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിപ്പോയവരാണ്. ഇന്ന് 106ാമത് വാർഷികമാഘോഷത്തിന്റെ നിറവിലാണ് ഈ നാടും ഈ വിദ്യാലയവും. വാർഷികാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യയന വർഷം സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് കുന്നത്തൂർ പതാക ഉയർത്തി തുടക്കം കുറിക്കുകയുണ്ടായി. 106 കൊല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീച്ചർ വിശേഷിപ്പിച്ചതുപോലെ വിദ്യാലയ മുത്തശ്ശി. ഈ പ്രദേശത്തൊന്നും ഒരു സ്കൂളുകളും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായ ഒരു സ്കൂള്, അതിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ കുറേയൊക്കെ അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ എല്ലാ കാലത്തും ഇങ്ങനെ ഇതുപോലെയുള്ള വിദ്യാലയങ്ങളും, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും എവിടെ ചെന്നാലും നമ്മുടെ പ്രൊഫസർ മന്മഥ് സാർ വിശേഷിപ്പിച്ചതുപോലെ ഉപ്പുമാങ്ങ കുടത്തിലിട്ട പോലെയാണ് നമുക്കിന്ന് സ്കൂളുകൾ, നിറയെ സ്കൂളുകളാണ്.
കലാപരിപാടികളും സമ്മാനദാനവും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.